നമസ്കാരം. ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ SBIക്ക് ഇന്നും സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. കവി പ്രഭാവർമ്മയ്ക്ക് സരസ്വതി സമ്മാൻ. തെരഞ്ഞെടുപ്പ് രംഗത്തു നിന്നുള്ള ഒട്ടേറെ വാർത്തകൾ സമഗ്രമായി പ്രേക്ഷകരെ അറിയിക്കുന്ന പ്രൈം ടൈം ന്യൂസ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പ്രൈം ടൈം ന്യൂസിലേക്ക് വിശദമായി. ആദ്യ വാർത്തയിലേക്ക്. SBIക്ക് അന്ത്യശാസനം. ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും വ്യാഴാഴ്ചയ്ക്കകം വെളിപ്പെടുത്തണമെന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയ്ക്ക് സുപ്രീം കോടതിയുടെ അന്ത്യശാസനം. എല്ലാ കാര്യങ്ങളും പുറത്തുവിട്ട ശേഷം സത്യവാങ്മൂലം സമർപ്പിക്കണം. കേസ് പരിഗണിക്കവേ ഇന്നും SBIക്കെതിരെ രൂക്ഷ വിമർശനമാണ് കോടതി ഉന്നയിച്ചത്. കോടതി വിധി തൽപര കക്ഷികൾ ദുരുപയോഗം ചെയ്യുകയാണെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ പരാതിപ്പെട്ടു. വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിലെ സാങ്കേതികതയാണ് ഇന്നും SBI ഉന്നയിച്ചത്. ആൽഫ ന്യൂമറിക് നമ്പരും സീരിയൽ നമ്പരും അടക്കം വെളിപ്പെടുത്തുന്നത് പ്രസക്തമല്ലെന്നായിരുന്നു SBI വാദം. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ച് SBI വാദങ്ങളെ ഇന്നും രൂക്ഷമായി വിമർശിച്ചു. ഭരണഘടനാ ബെഞ്ചിന്റെ ഉത്തരവിലെ നിർദ്ദേശങ്ങളാണ് പൂർണ്ണമായും പാലിക്കപ്പെടാത്തത്. ഓരോ തവണയും വ്യത്യസ്ത ഘടകങ്ങൾ പരസ്യപ്പെടുത്താൻ നിർദ്ദേശിക്കേണ്ടതായി വരുന്നു. പ്രത്യേകം ഉത്തരവുകൾ ആവർത്തിച്ച് നൽകണമെന്നത് ഒട്ടും ഉചിതമല്ല. സുപ്രീം കോടതി ഉത്തരവ് പാലിക്കാൻ SBI ചെയർമാൻ ബാധ്യസ്ഥനാണ്. ആൽഫ ന്യൂമറിക് നമ്പർ, സീരിയൽ നമ്പർ ഉൾപ്പെടെ എല്ലാ വിവരങ്ങളും പ്രസിദ്ധീകരിക്കണം. വ്യാഴാഴ്ചയ്ക്ക് മുമ്പ് ഇത് പാലിച്ച് സത്യവാങ്മൂലം സമർപ്പിക്കാനും കോടതി നിർദ്ദേശിച്ചു. ഇലക്ട്രൽ ബോണ്ട് വിധി വേട്ടയാടാൻ ഉപയോഗിക്കുന്നതായി കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു. ഹർജിക്കാർ മാധ്യമങ്ങൾ വഴി വിധിയെ വേട്ടയാടലിനുള്ള ആയുധമാക്കുകയാണെന്നായിരുന്നു സോളിസിറ്റർ ജനറലിന്റെ ആരോപണം. ആരെയും വേട്ടയാടാനല്ല, ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയും ഭരണഘടനാ താൽപര്യങ്ങളും സംരക്ഷിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് സുപ്രീം കോടതി പറഞ്ഞു. ബോണ്ടുകളുടെ സീരിയൽ നമ്പർ വെളിപ്പെടുത്താനുള്ള നിർദ്ദേശത്തിനെതിരെ വ്യവസായികളുടെ കൂട്ടായ്മ ഇടപെടാൻ നടത്തിയ നീക്കം വ്യക്തമായ അപേക്ഷകൾ സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ സുപ്രീം കോടതി അംഗീകരിച്ചില്ല. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. മുജീബ് കൊടും കുറ്റവാളി. പേരാമ്പ്ര അനു കൊലക്കേസിലെ പ്രതി മുജീബിന് വധശിക്ഷ നൽകണമെന്ന് ഇയാൾ ഒന്നാം പ്രതിയായ ബലാത്സംഗ കേസിലെ അതിജീവിത. അതിക്രൂരമായി തന്നെ പീഡിപ്പിച്ചയാൾക്ക് ശിക്ഷ ലഭിച്ചിരുന്നുവെങ്കിൽ മറ്റൊരു യുവതിക്ക് ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നുവെന്നും അതിജീവിത പറഞ്ഞു. അനു കൊലക്കേസിൽ മുജീബിനെ പോലീസ് പിടികൂടുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. ബലാത്സംഗ കേസിൽ മുജീബിന്റെ ജാമ്യം റദ്ദാക്കാൻ പോലീസ് കോടതിയിൽ ആവശ്യപ്പെടും. 2020 കോഴിക്കോട് മുത്തേരിയിൽ വയോധികയെ കൈകാലുകൾ കെട്ടിയിട്ട് ബലാത്സംഗം ചെയ്ത ശേഷം കവർച്ച നടത്തിയ കേസിൽ ഒന്നാം പ്രതിയാണ് മുജീബ്. അന്ന് മുജീബ് ശിക്ഷിക്കപ്പെട്ടിരുന്നുവെങ്കിൽ പേരാമ്പ്രയിലെ അനുവിന് ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നുവെന്ന് അതിജീവിത പറയുന്നു. ഇങ്ങനൊക്കെയും ചെയ്യുകയും ചെയ്ത് ഓനെ പിന്നെ ജാമ്യത്തിൽ വിട്ടിട്ടല്ലേ ഇവന് പിന്നെയും പോയി ഇന്നലപ്പോൾ പിന്നെയും കൊല്ലാനുണ്ടായത്. ഇന്നിപ്പോൾ അത് ചെയ്ത് വെച്ച് നാളെ ഓന് മറ്റൊരു വന്ന് ജാമ്യം ചോദിച്ചാൽ കോടതി വിടൂലേ? ഇവനെ ഇനി വെച്ചേക്കരുത്. വെച്ചാൽ അവൻ നാളെ പിറ്റേന്നു പെൺകുട്ടികളെ, തള്ളമാരെ, അമ്മമാരെ എല്ലാവരെയും ഓൻ ചെയ്യാൻ പോകുന്നതാണ്. ഇനി ഓനെ വെച്ചേക്കരുത്. കൊടും കുറ്റവാളിയായ മുജീബ് മറ്റൊരു കേസിൽ ജാമ്യത്തിലിറങ്ങിയത് ജനുവരി 21. ആഴ്ചകൾക്കുള്ളിലാണ് പേരാമ്പ്രയിൽ കവർച്ചയ്ക്കിടെ അനു എന്ന യുവതിയെ മുജീബ് ക്രൂരമായി കൊലപ്പെടുത്തിയത്. 100-ലധികം CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തി. ഒടുവിൽ കൊണ്ടോട്ടിയിലെ ഒളിസങ്കേതം പോലീസ് കണ്ടെത്തി. വീട് വളഞ്ഞ പോലീസ് സാഹസികമായാണ് മുജീബിനെ കീഴ്പ്പെടുത്തിയത്. ഓട് പൊളിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച മുജീബ് പോലീസ് ഉദ്യോഗസ്ഥനെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്തു. 24 കോഴിക്കോട്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രതിഷേധിച്ചവരുടെ പേരിലുള്ള കേസുകൾ പിൻവലിക്കുന്നത് സംബന്ധിച്ച നടപടികൾ വേഗത്തിലാക്കി സർക്കാർ. കേസുകൾ പിൻവലിക്കാൻ ഉത്തരവിറക്കി. 835 കേസുകളാണ് ഇതുവരെ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തത്. കേസുകൾ പിൻവലിക്കാത്തത് പ്രതിപക്ഷം ആയുധമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് സർക്കാരിന്റെ തിരക്കിട്ട നീക്കം. പ്രൈം ടൈം ന്യൂസിൽ ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകൾ. Co-sponsored by Durashine Roof and Wall Sheets, ഒരു ടാറ്റ ബ്ലൂ സ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. BJP ബന്ധത്തിന്റെ പേരിൽ LDF UDF വാക്പോര് തുടരുകയാണ്.
BJPയെ പുകഴ്ത്തി പറയാൻ EP ജയരാജനെ ചുമതലപ്പെടുത്തിയത് മുഖ്യമന്ത്രിയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. BJP ജയിച്ചാൽ സന്തോഷിക്കുന്ന പാർട്ടിയായി CPIM മാറിയെന്ന് രമേശ് ചെന്നിത്തലയും കുറ്റപ്പെടുത്തി. കാസർഗോഡ് UDF BJPയുമായി ഒത്തുകളിക്കുകയാണെന്ന് CPIM ആരോപിച്ചു. സർവം ഒത്തുകളിയെന്ന് പരസ്പരമുള്ള ആരോപണം. BJP സ്ഥാനാർത്ഥികൾ മികച്ചവരെന്ന് EP പറഞ്ഞത് ആവർത്തിച്ചുന്നയിക്കുകയാണ് കോൺഗ്രസ്. കേരളത്തിൽ മാത്രമുള്ള CPIM BJPയെ താഴെ ഇറക്കുന്നത് എങ്ങനെയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പരിഹാസം. വിരൽ എണ്ണിക്കാവുന്ന സ്ഥലത്തല്ലേ മത്സരിക്കുന്നുള്ളൂ. ബംഗാളിലൊക്കെ മത്സരിച്ചിട്ട് വല്ല കാര്യമുണ്ട്. 4ാമത്തെ 5ാമത്തെ സ്ഥാനത്താണ് മത്സരിച്ചിട്ട്. ആകെ എത്ര സ്ഥലത്തും മത്സരിക്കുന്നുണ്ട്. അത് ഇവരെയാണോ നരേന്ദ്രമോദി താഴെ ഇറക്കാൻ പോകുന്നത്? ചുമ്മാ വെറുതെ പറയും. EPയുടെ പ്രസ്താവനയിലൂടെ CPIMന്റെ ഉദ്ദേശം വ്യക്തമായെന്ന് രമേശ് ചെന്നിത്തല. LDF കൺവീനർ EP ജയരാജന്റെ പ്രസ്താവന ലാഘവത്തോടെ കാണാൻ കഴിയില്ല. മുഖ്യമന്ത്രി ഇതുവരെ അതിനെപ്പറ്റി തള്ളി പറഞ്ഞിട്ടില്ല. പാർട്ടി സെക്രട്ടറി തള്ളി പറഞ്ഞിട്ടില്ല. വടകരയിൽ CPIM BJP പരസ്യധാരണയെന്ന് UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ആരോപിച്ചു. മോദിയെ വിമർശിക്കാൻ പിണറായി വിജയന് പേടിയാണെന്ന് KC വേണുഗോപാൽ. പിണറായി ഒരു വരി മോഡിയെക്കുറിച്ച് മിണ്ടുന്നുണ്ട്. ഞാൻ കേട്ടു ഞാൻ ഇവിടെ വന്ന് മുഴുവൻ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പറയുകയാണെന്ന്. എന്താ മോഡിക്കെതിരെ പറയാത്തത്? ആ പറയാൻ ധൈര്യം കാണിക്കുന്ന ആരാണ് ഇന്ത്യയിലെ രാഹുൽ ഗാന്ധി? കാസർഗോഡ് UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ BJPയുമായി നീക്കുപോക്കിന് ശ്രമിക്കുകയാണെന്ന് CPIM ആക്ടിംഗ് ജില്ലാ സെക്രട്ടറിയും MLAയുമായ CH കുഞ്ഞമ്പു ആരോപിച്ചു. ചെറിയ തോതിലൊന്നും അഡ്ജസ്റ്റ്മെന്റ് ആയാലും ഒരു കാര്യമൊന്നുമില്ല. അല്ലാതെ ഉണ്ണിത്താനും ജയിപ്പിക്കാൻ വേണ്ടി BJP വല്ലാണ്ട് വേർക്കുമോന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഇന്നത്തെ കാലത്ത്. BJPയുടെ ജനവിരുദ്ധ നയങ്ങളെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും വെള്ളപൂശുന്നുവെന്ന് DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് കുറ്റപ്പെടുത്തി. 24 തിരുവനന്തപുരം. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ആദ്യ റോഡ് ഷോ നാളെ. പാലക്കാട് 5 വിളക്ക് മുതൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് വരെയാണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ. കനത്ത സുരക്ഷയിലാണ് പാലക്കാട് നഗരം. DIG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ജില്ലയിൽ ഏർപ്പെടുത്തുന്നത്. റോഡ് ഷോ കടന്നുപോകുന്ന ഇടങ്ങളിൽ ബാരിക്കേഡുകൾ സ്ഥാപിച്ചു. പ്രധാനമന്ത്രി പ്രചരണത്തിനെത്തുമ്പോൾ അയൽമണ്ഡലമായ ആലത്തൂരിൽ സ്ഥാനാർത്ഥിയില്ലാത്തത് തിരിച്ചടിയാണെന്ന വാദം പാലക്കാട്ട് NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ തള്ളി. പാലക്കാടിനെ സംബന്ധിച്ചോളം പാലക്കാട് BJPയുടെ എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിലുള്ള ഒരു മണ്ഡലമാണ്. BJP ആദ്യമായിട്ട് ഒരു നഗരസഭ ഭരിച്ചത് പാലക്കാടാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശ്രീധരൻ സാറ് വളരെ നേരിയ ഭൂരിപക്ഷത്തിനാണ് പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ പരാജയപ്പെട്ടത്. എന്തുകൊണ്ടും BJPയെ സംബന്ധിച്ചോളം പാലക്കാട് വളരെ പ്രധാനപ്പെട്ട ഒരു ജില്ലയാണ്. അതുപോലെ തന്നെ ലോക്സഭാ മണ്ഡലമാണ്. BJP പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലങ്ങളിലൊന്നായ പാലക്കാട് വരും ദിവസങ്ങളിൽ കൂടുതൽ ദേശീയ നേതാക്കൾ പ്രചരണത്തിനെത്തുമെന്നാണ് സൂചന. 24 പാലക്കാട്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പ്രമുഖരുടെ പിന്തുണ ഉറപ്പാക്കാനുള്ള മുന്നണികളുടെ ശ്രമത്തിനിടെ തൃശൂരിൽ വിവാദം. സുരേഷ് ഗോപിക്ക് വേണ്ടി കലാമണ്ഡലം ഗോപിയെ സ്വാധീനിക്കാൻ പലരും ശ്രമിക്കുന്നുണ്ടെന്ന് മകൻ രഘു വെളിപ്പെടുത്തി. ഇലക്ഷൻ കമ്മീഷൻ അംബാസിഡറായി ടൊവിനോയുടെ ചിത്രം വച്ചുള്ള ഡിജിറ്റൽ പോസ്റ്റർ താരത്തിന്റെ അതൃപ്തിയെ തുടർന്ന് VS സുനിൽകുമാറിന് പിൻവലിക്കേണ്ടി വന്നു. വിശദീകരണവുമായി സ്ഥാനാർത്ഥികൾ രംഗത്തെത്തി. പൗരപ്രമുഖരെ ഒപ്പം നിർത്താൻ സ്ഥാനാർത്ഥികളുടെ നെട്ടോട്ടം. ഇതിനിടെയാണ് തൃശൂരിൽ 2 ഫേസ്ബുക്ക് പോസ്റ്റുകൾ ചർച്ചയായത്. സുരേഷ് ഗോപിക്ക് വേണ്ടി രംഗത്തിറങ്ങാൻ അടുത്ത ബന്ധമുള്ള ഡോക്ടർ കലാമണ്ഡലം ഗോപിയെ നിർബന്ധിച്ചെന്നും പത്മഭൂഷണൊക്കെ വേണ്ടേ എന്നായിരുന്നു പ്രലോഭനമെന്നും മകൻ രഘു ഫേസ്ബുക്കിൽ കുറിച്ചു. ആ ഗോപിയല്ല ഈ ഗോപിയെന്നും BJPക്കാരും കോൺഗ്രസും വോട്ട് ചോദിച്ചു വരേണ്ടതില്ലെന്നുമുള്ള കുറിപ്പ് ചർച്ചയായതോടെ രഘു പിൻവലിച്ചു. പ്രചാരണത്തിന്റെ ഭാഗമായി ആരെയൊക്കെ കാണണമെന്ന് തീരുമാനിക്കുന്നത് പാർട്ടിയാണെന്നും പാർട്ടി പറഞ്ഞാൽ ഗോപിയാശാനെ കാണുമെന്നും സുരേഷ് ഗോപി. എപ്പോൾ കണ്ടാലും ഒരു ഗുരുവിനെ കണ്ട് വണങ്ങുന്നത് പോലെ തൊട്ട് വണങ്ങുന്നത് പോലെ വണങ്ങിയിട്ടുണ്ട്. ഇനിയും അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്കറിയത്തില്ല ഇപ്പോഴും ഇത് അദ്ദേഹത്തിൻ്റെ മനസ്സാണോ അദ്ദേഹം അറിയിച്ചതാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാനത് അന്വേഷിക്കില്ല. കഴിഞ്ഞ ദിവസം ഷൂട്ടിംഗ് സെറ്റിലെത്തിയ ടൊവിനോ തോമസിനെ കണ്ട ശേഷമാണ് LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ ഇരുവരും ഒന്നിച്ചുള്ള ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. ഇലക്ഷൻ കമ്മീഷന്റെ അംബാസിഡറായ തന്റെ ചിത്രം പ്രചാരണത്തിന് ഉപയോഗിക്കരുതെന്ന് താരം അറിയിച്ചതോടെ പോസ്റ്റ് പിൻവലിച്ചു. തെരഞ്ഞെടുപ്പ് ചിഹ്നം ചിത്രത്തിൽ ഉൾപ്പെടുത്തിയതാണ് വിയോജിപ്പിന് കാരണമായതെന്ന് സുനിൽകുമാറിന്റെ വിശദീകരണം. ഫോട്ടോ നമ്മുടെ ആളുകളുടെ എടുത്തിട്ടപ്പോൾ ചിഹ്നടക്കമുള്ള ഫോട്ടോ ഇട്ടു. ഒരു പ്രചരണ ഫോട്ടോ പോലെ ഇട്ടു. അപ്പം ഞാനും ടോവിനും കൂടി ഒന്നിച്ചുള്ള ഫോട്ടോ ഇടുന്നതിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അത് അയാൾ ഇലക്ഷൻ കമ്മീഷൻ്റെ ബ്രാൻഡ് അംബാസിഡറാണെന്ന് നമുക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അപ്പം തന്നെ അത് നമ്മുടെ ആളുകളോട് നിർദ്ദേശം കൊടുത്തു ഇടുമെന്ന് പറഞ്ഞു. അത് പിൻവലിക്കുകയും ചെയ്തു. അതിൽ പ്രശ്നങ്ങളില്ല. ഇപ്പോൾ സുരേഷ് ഗോപിയെ വിമർശിച്ച CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അല്ല, അവരൊക്കെ ശ്രമിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. ഓരോ വിഭാഗവും ഓരോരുത്തരെയും കണ്ട്
അവരുടെ ഭാഗമാക്കി മാറ്റാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ആ ശ്രമം നടത്തിയാൽ ആ ശ്രമത്തിന് വിധേയപ്പെടുക എന്നുള്ളതാണല്ലോ പല സ്ഥലത്തും കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രം. അത് കേരളത്തിൽ അത്രത്തോളം ഇല്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഗോപിയാശൻ്റെ മകൻ്റെ പോസ്റ്റിലൂടെ മനസ്സിലാകുന്നത്. സുരേഷ് ഗോപിക്കെതിരെ വ്യാജ വാർത്തകളുടെ കുത്തൊഴുക്കാണെന്ന BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ഇത്തരം പ്രചാരണങ്ങൾക്ക് നിമിഷങ്ങളുടെ ആയുസ് പോലുമില്ലെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. 24 തൃശൂർ. മുംബൈയിലെ ശിവാജി പാർക്കിൽ രാഹുൽ ഗാന്ധി നടത്തിയ ശക്തി പരാമർശം വിവാദമാക്കി BJP. രാജ്യത്തെ നാരി ശക്തിക്കെതിരെ ഇന്ത്യ മുന്നണി പോരാട്ടം പ്രഖ്യാപിച്ചിരിക്കുകയാണെന്നും അതിനെ പ്രതിരോധിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. താൻ പറഞ്ഞ സത്യത്തെ വളച്ചൊടിക്കുകയാണെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം. हिंदू धर्म में शक्ति शब्द होता है, हम शक्ति से लड़ रहे हैं, एक शक्ति से लड़ रहे हैं. अब सवाल उठता है वो शक्ति क्या है? जैसे किसी ने यहाँ कहा राजा की आत्मा EVM में है. ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ സമാപനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ മുന്നണി നേതാക്കളെ അണിനിരത്തി രാഹുൽ നടത്തിയ ഈ പ്രസംഗമാണ് വിവാദത്തിന് തുടക്കം. EVM-നെയും ED-യും CBI-യും അടക്കം കേന്ദ്ര ഏജൻസികളെയും മോദി സർക്കാർ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള വിമർശനമായിരുന്നു രാഹുലിൻ്റേത്. എന്നാൽ തെലങ്കാനയിലെ റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതേ ശക്തി പരാമർശത്തെ തിരിച്ചു പ്രയോഗിച്ചു. അമ്മ പെങ്ങന്മാരും പെൺമക്കളുമാണ് തനിക്ക് ശക്തി. നാരി ശക്തിക്കെതിരെയുള്ള വെല്ലുവിളി ഏറ്റെടുക്കുന്നതായി മോദി പറഞ്ഞു. इंडी अलायंस के लोग अब इसी शक्ति को कुचलना चाहते हैं, तबाह करना चाहते हैं, समाप्त करना चाहते हैं. इन्हें मां भारती की बढ़ती हुई शक्ति से नफरत हो रही है. इंडी अलायंस ने, कांग्रेस ने इसी शक्ति को ललकारा है. സനാതനധർമ്മത്തെ ഉദയനിധി സ്റ്റാലിൻ അപമാനിച്ചതുപോലെ രാഹുൽ ഹിന്ദുത്വത്തെ അപമാനിക്കുകയാണെന്ന് വിവാദമുയർത്തി കൂടുതൽ BJP നേതാക്കളും രംഗത്തെത്തി. വിവാദം കനത്തതോടെ രാഹുൽ X പ്ലാറ്റ്ഫോമിൽ മറുപടി കുറിച്ചു. തന്റെ വാക്കുകളെ വളച്ചൊടുക്കുകയാണെന്നും താൻ പറഞ്ഞത് സത്യമാണെന്ന് മോദിക്കും അറിയാമെന്നും രാഹുൽ എഴുതി. താൻ ശക്തി എന്ന് വിശേഷിപ്പിച്ചത് മോദിയുടെ മുഖം മൂടിയാണ്. മോദി അനീതിയുടെയും അസത്യത്തിന്റെയും ശക്തിയാണെന്നും രാഹുൽ കുറിച്ചു. ഇപ്പോൾ നാരി ശക്തിയെക്കുറിച്ച് പറയുന്ന BJP രാജ്യത്ത് സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ടപ്പോൾ ശക്തിയെക്കുറിച്ച് ഓർത്തില്ലേ എന്ന് കോൺഗ്രസ് നേതാവ് പവൻ ഖേരയും ചോദിച്ചു. RJDയും ആപ്പുമടക്കം പാർട്ടികൾ വിവാദത്തിൽ രാഹുലിന് പിന്തുണ നൽകുകയാണ്. 24 മുംബൈ. കർണാടക BJPയിൽ പ്രതിസന്ധി രൂക്ഷമാകുന്നു. മുൻ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയുമായിരുന്ന സദാനന്ദ ഗൌഡയും BJP വിട്ടേക്കുമെന്നാണ് സൂചന. കോൺഗ്രസുമായി സദാനന്ദ ഗൌഡ ചർച്ച നടത്തി. തമിഴ്നാട്ടിൽ കോൺഗ്രസ് മത്സരിക്കുന്ന മണ്ഡലങ്ങൾ ധാരണയായി. CPI MDMK സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. അതിനിടെ തെലങ്കാന പുതുച്ചേരി ഗവർണറായി ഡോക്ടർ തമിഴിസൈ സൗന്ദരരാജൻ സ്ഥാനം രാജിവെച്ചു. തമിഴ്നാട്ടിൽ നിന്ന് ജനവിധി തേടുമെന്നാണ് റിപ്പോർട്ട്. മുൻ ഉപമുഖ്യമന്ത്രി KS ഈശ്വരപ്പ, മുൻ മുഖ്യമന്ത്രി ജഗദീഷ് ഷെട്ടാർ, ഈ രണ്ട് മുതിർന്ന നേതാക്കളും സ്ഥാനാർത്ഥിത്വത്തിന്റെ പേരിൽ കർണാടകയിൽ ഇടഞ്ഞു നിൽക്കുകയാണ്. സദാനന്ദ ഗൌഡയുടെ സിറ്റിംഗ് മണ്ഡലമായ ബംഗളൂരു നോർത്തിൽ കേന്ദ്ര സഹമന്ത്രി ശോഭാ കരന്തലജയ്ക്കാണ് BJP ടിക്കറ്റ് നൽകിയത്. ഇതോടെയാണ് സദാനന്ദ ഗൌഡ നേതൃത്വവുമായി പിണങ്ങിയത്. കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറുമായി ഗൌഡ ചർച്ച നടത്തിയിട്ടുണ്ട്. മൈസൂർ സീറ്റിൽ കോൺഗ്രസ് ടിക്കറ്റിൽ സദാനന്ദ ഗൌഡ മത്സരിക്കുമെന്നാണ് സൂചന. ഇന്ന് ശിവമോഗയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണില്ലെന്ന് ഈശ്വരപ്പ പറഞ്ഞു. ശിവമോഗയിൽ സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച ശേഷം പ്രധാനമന്ത്രിയെ കാണുമെന്നും ഈശ്വരപ്പ പ്രഖ്യാപിച്ചു. മുൻ മുഖ്യമന്ത്രി BS യെദ്യൂരപ്പയുടെ മകൻ BY രാഘവേന്ദ്ര ജനവിധി തേടുന്ന മണ്ഡലമാണ് ശിവമോഗ. തമിഴ്നാട്ടിൽ കോൺഗ്രസ് മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ ധാരണയായി. പുതുച്ചേരി ഉൾപ്പെടെ 10 മണ്ഡലങ്ങളിലാണ് കോൺഗ്രസ് മത്സരിക്കുക. കോൺഗ്രസ് മത്സരിച്ചിരുന്ന തിരുച്ചിറപ്പള്ളി, ആരണി, തേനി മണ്ഡലങ്ങൾ DMK ഏറ്റെടുത്തു. മയിലാടുതുറ, കടലൂർ, തിരുനെൽവേലി എന്നിവ കോൺഗ്രസിന് നൽകി. തിരുച്ചിറപ്പള്ളി മണ്ഡലത്തിൽ MDMK മത്സരിക്കും. MDMK മത്സരിച്ചിരുന്ന ഈറോഡ് മണ്ഡലം DMK ഏറ്റെടുത്തു. തിരുച്ചിറപ്പള്ളിയിൽ MDMK അധ്യക്ഷൻ വൈക്കോയുടെ മകൻ ദുരൈ വൈക്കോയാണ് സ്ഥാനാർത്ഥി. CPIയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. തിരുപ്പൂരിൽ നിലവിലെ MP K സുബ്ബരായനും നാഗപട്ടണത്ത് V ശെൽവരാജുമാണ് സ്ഥാനാർത്ഥികൾ. DMK കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പേരുകൾ അടുത്ത ദിവസങ്ങളിൽ പ്രഖ്യാപിക്കും. തെലങ്കാനയുടെയും പുതുച്ചേരിയുടെയും ഗവർണറായ തമിഴിസൈ സൗന്ദരരാജൻ സ്ഥാനം രാജിവെച്ച് സജീവ രാഷ്ട്രീയത്തിലിറങ്ങാൻ തീരുമാനിച്ചു. രാജിക്കത്ത് രാഷ്ട്രപതിക്ക് സമർപ്പിച്ചു. തമിഴ്നാട്ടിൽ നിന്നും ജനവിധി തേടുമെന്നാണ് സൂചന. പുതുച്ചേരി, തിരുനെൽവേലി, സൗത്ത് ചെന്നൈ മണ്ഡലങ്ങളാണ് പരിഗണിക്കുന്നത്. 24 ചെന്നൈ. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കാൻ തിരക്കിട്ട ചർച്ചകളുമായി NDAയും ഇന്ത്യ മുന്നണിയും. കോൺഗ്രസിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയുടെ 3 ദിവസത്തെ യോഗം ഡൽഹിയിൽ തുടങ്ങി. അവസാന മിനുക്കുപണികൾക്ക് ശേഷം BJP 3ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്നോ നാളെയോ പ്രഖ്യാപിച്ചേക്കും.
ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തമിഴ്നാട്ടിലെത്തി പ്രധാനമന്ത്രി കോയമ്പത്തൂരിലെ റോഡ് ഷോ ആരംഭിച്ചു. മനേഷ് മൂർത്തി വിശദാംശങ്ങളുമായി. മനേഷ്, എത്ര കിലോമീറ്ററാണ് റോഡ് ഷോ? വിവരങ്ങൾ. അനുജ, 2.5 കിലോമീറ്ററാണ് ഇപ്പോൾ റോഡ് ഷോ നിശ്ചയിച്ചിരിക്കുന്നത്. നേരത്തെ 4 കിലോമീറ്റർ ആയിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ അതിപ്പോൾ 2.5 കിലോമീറ്റർ ആയി ചുരുക്കിയിരിക്കുന്നു. 6 മണി മുതൽ 7 മണി വരെയാണ് ആ ഒരു റോഡ് ഷോയുടെ സമയം എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, റോഡിന് ഇരുവശവുമായി ധാരാളം ആളുകൾ പ്രധാനമന്ത്രിയെ കാണാൻ അഭിവാദ്യം അർപ്പിക്കാനായി എത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രിക്കൊപ്പം BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള കെ അണ്ണാമലൈ, അതുപോലെ തന്നെ കേന്ദ്രമന്ത്രി എൽ മുരുകൻ തുടങ്ങിയ ആളുകളെല്ലാം തന്നെ തുറന്ന വാഹനത്തിലുണ്ട്. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം മുതൽ തന്നെ ആ റോഡിൽ വലിയ തോതിലുള്ള ഗതാഗത നിയന്ത്രണം, അതുപോലെ തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിരുന്നു. 5:45 സമയം പറഞ്ഞിരുന്നത്. 6 മണിക്കാണ് റോഡ് ഷോ ആരംഭിച്ചത്. ഇതിപ്പോൾ 7 മണി വരെ തുടരും എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ആ രീതിയിലാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഇതിനുശേഷമാണ് പാലക്കാടേക്ക് പ്രധാനമന്ത്രി വരിക. എന്തായാലും ഇതിപ്പോൾ 2ാം തവണയാണ്, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം 2ാം തവണയാണ് നരേന്ദ്രമോദി ഇവിടെ തമിഴ്നാട്ടിൽ എത്തുന്നത്. കന്യാകുമാരിയിലായിരുന്നു ആദ്യ പരിപാടി. അതിനുശേഷം ഇപ്പോൾ കോയമ്പത്തൂരിൽ എത്തുന്നു. കോയമ്പത്തൂരിൽ റോഡ് ഷോ ആണ്. നിരവധി ആളുകൾ, അതായത് ധാരാളം ആളുകൾ എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി, അഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിനെ കാണുന്നതിനൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും റോഡ് ഷോ പുരോഗമിക്കുകയാണ്. 7 മണി വരെയാണ് റോഡ് ഷോയുടെ ഒരു സമയം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. തെക്ക് പിടിക്കുക എന്ന ദൗത്യവുമായാണ് പ്രധാനമന്ത്രി ഇപ്പോൾ വീണ്ടും തമിഴ്നാട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. കോയമ്പത്തൂരിലെ റോഡ് ഷോ തുടങ്ങി 2.5 കിലോമീറ്ററാണ് റോഡ് ഷോ. 7 മണിയോടെ ഈ റാലി അവസാനിക്കും. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഉദ്യോഗസ്ഥ തലത്തിൽ അഴിച്ചുപണിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 6 സംസ്ഥാനങ്ങളിലെ ആഭ്യന്തര സെക്രട്ടറിമാരെ മാറ്റാൻ ഉത്തരവിട്ടു. പശ്ചിമ ബംഗാളിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ വിശ്വസ്തനായ DGP രാജീവ് കുമാറിനെയും മാറ്റി. വിവേക് സഹായ് ആണ് പശ്ചിമ ബംഗാളിന്റെ പുതിയ പോലീസ് മേധാവി. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. പശ്ചിമ ബംഗാളിലെ നിലവിലുള്ള സാഹചര്യം സംഘർഷഭരിതമാണെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലയിരുത്തൽ. അവിടെ വിന്യസിക്കുന്ന കേന്ദ്രസേനയുമായി ചേർന്ന് സംസ്ഥാന പോലീസിന്റെ പ്രവർത്തനം തെരഞ്ഞെടുപ്പ് കാലത്ത് ആക്ഷേപമുക്തമാക്കുക എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ലക്ഷ്യം. മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ വിശ്വസ്തനായ രാജീവ് കുമാറിന് പകരം അദ്ദേഹത്തിന്റെ തൊട്ടു ജൂനിയറായ ഉദ്യോഗസ്ഥൻ DGP പദവി വഹിക്കും. ഇക്കാര്യം വ്യക്തമാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവും പുറപ്പെടുവിച്ചു. ഗുജറാത്ത്, ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ആഭ്യന്തര സെക്രട്ടറിമാർക്കും സ്ഥാനം നഷ്ടമായി. 6 സംസ്ഥാനങ്ങളിലെ ആഭ്യന്തര സെക്രട്ടറിമാരോടും സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് അവർ ഉച്ചയോടുകൂടി കൈപ്പറ്റി. കൂടാതെ ഉത്തരാഖണ്ഡ്, ഹിമാചൽ സംസ്ഥാനങ്ങളിലെ പൊതുഭരണ സെക്രട്ടറിമാർക്കും സ്ഥാനം നഷ്ടമായി. വരും ദിവസങ്ങളിൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികൾ ഉണ്ടാകും. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. കവി പ്രഭാവർമ്മയ്ക്ക് സരസ്വതി സമ്മാൻ. രൗദ്രസാത്വികം എന്ന കൃതിക്കാണ് പുരസ്കാരം. 12 വർഷങ്ങൾക്ക് ശേഷമാണ് മലയാളത്തിന് സരസ്വതി സമ്മാൻ ലഭിക്കുന്നത്. മലയാളത്തിന്റെ അഭിമാന നിമിഷമെന്ന് പ്രഭാവർമ്മ പ്രതികരിച്ചു. കവി, ഗാനരചയിതാവ്, മാധ്യമപ്രവർത്തകൻ എന്നീ നിലകളിൽ മലയാളിക്ക് സുപരിചിതനാണ് പ്രഭാവർമ്മ. രൗദ്രസാത്വികം ഉൾപ്പെടെ 12 കാവ്യസമാഹാരങ്ങൾ, ശ്യാമമാധവം, കനൽ ചിലമ്പ് തുടങ്ങിയ കൃതികൾക്ക് പുറമെ ആഫ്റ്റർ ദ ആഫ്റ്റർമാത്ത് എന്ന ഇംഗ്ലീഷ് നോവലും 7 ഗദ്യസാഹിത്യകൃതികളും സമകാലിക വിഷയങ്ങളെക്കുറിച്ചുള്ള എഴുത്തുകളും വേറെ. യാത്രാവിവരണവും മാധ്യമ സാംസ്കാരിക പഠനങ്ങളും രചിച്ചു. ഇംഗ്ലീഷിലേക്കും ഇതര ഭാഷകളിലേക്കും കൃതികൾ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ, വയലാർ അവാർഡ്, പത്മപ്രഭ പുരസ്കാരം, ആശാൻ ഉള്ളൂർ വള്ളത്തോൾ പുരസ്കാരങ്ങൾ എന്നിവ ലഭിച്ചു. ചലച്ചിത്ര ഗാനരചനയ്ക്ക് രജതകമൽ ദേശീയ പുരസ്കാരവും 3 സംസ്ഥാന അവാർഡുകളും സ്വന്തമാക്കി. നാടക ഗാനരചനയ്ക്ക് 2 സംസ്ഥാന പുരസ്കാരം നേടി. മാധ്യമപ്രവർത്തന രംഗത്തും നിരവധി അംഗീകാരങ്ങൾ. ദശാബ്ദത്തിലെ മികച്ച സാഹിത്യകൃതിക്കുള്ള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ അവാർഡ് ശ്യാമമാധവത്തിന് ലഭിച്ചു. സാഹിത്യരംഗത്ത് ഇന്ത്യയിൽ നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരങ്ങളിലൊന്നാണ് സരസ്വതി സമ്മാൻ. 15 ലക്ഷം രൂപയും ഫലകവും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. അഭിമാന നിമിഷമെന്ന് പ്രഭാവർമ്മ. ഇത് നമ്മുടെ ഭാഷയ്ക്ക് കൈവരുന്ന, നമ്മുടെ സാഹിത്യത്തിന് കൈവരുന്ന വലിയ ഒരു അംഗീകാരമാണ്. ഇതിനു മുൻപ് ബാലാമണിയമ്മ, അയ്യപ്പ പണിക്കർ, സുഗതകുമാരി എന്നിവർക്കാണ് മലയാളത്തിൽ സരസ്വതി സമ്മാൻ ലഭിച്ചിട്ടുള്ളത്. നിലവിൽ മുഖ്യമന്ത്രിയുടെ മീഡിയ സെക്രട്ടറിയായി പ്രവർത്തിക്കുകയാണ് പ്രഭാവർമ്മ. റിസർച്ച് ഡെസ്ക്, 24. പ്രൈം ടൈം ന്യൂസിൽ ഇനി ഇന്നത്തെ നോമ്പുതുറ സമയം. പാലക്കാട് കല്ലടിക്കോട് കാറിടിച്ച് വിദ്യാർത്ഥിനിക്ക് പരുക്ക്. ചുങ്കം സ്വദേശിനി നിരഞ്ജനയ്ക്കാണ് പരുക്കേറ്റത്. റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ കാറിടിക്കുകയായിരുന്നു. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി. നിഖിൽ, പരുക്ക് ഗുരുതരമായി ഉള്ളതാണോ? വിവരങ്ങൾ.
നിഖിൽ, പരുക്ക് ഗുരുതരമാണോ? പാലക്കാട് കല്ലടിക്കോടാണ് കാർ ഇടിച്ച് വിദ്യാർത്ഥിനിക്ക് പരുക്കേറ്റത്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നത്. ചുങ്കം സ്വദേശിനി നിരഞ്ജനയ്ക്കാണ് പരുക്കേറ്റത്. റോഡ് മുറിച്ച് കടക്കുമ്പോഴാണ് കാർ ഇടിച്ചത്. ഇപ്പോഴത്തെ കാലാവസ്ഥ. പ്രൈം ടൈം ന്യൂസ് അവസാനിക്കുന്നു. ഇന്ന് സംഭവിച്ചതുമായി ഡോക്ടർ ഉന്മേഷ് ശിവരാമൻ. നമസ്കാരം.